മനുഷ്യര് കുടിയേറി താമസം തുടങ്ങിയ കാലം മുതൽ ചില്ലിത്തോട് പട്ടികജാതി സങ്കേതത്തില് ആളുകൾ എത്തിത്തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരുപാട് വർഷങ്ങളായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൈറേഞ്ച് മേഖലയിൽ തന്നെ മനുഷ്യരുടെ കുടിയേറ്റം ആരംഭിച്ച ആ കാലഘട്ടം മുതൽ ഈ പട്ടിക ജാതി സങ്കേതത്തിലും ആളുകൾ എത്തിത്തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സഹിച്ചേട്ടന് പറയാൻ കഴിയുമല്ലോ? എങ്ങനെയാണ്, ഏത് കാലഘട്ടത്തിലാണ് ഇവിടെ ആളുകൾ എത്തിയത്, എങ്ങനെയാണ് അവർക്ക് വീടുകൾ, ഏത് കാലഘട്ടത്തിലാണ് അവർ സുഗമമായ ഒരു ജീവിതം ഉണ്ടായത് എന്നൊന്ന് ആധികാരികമായി പറയാൻ കഴിയും? 1974 ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന പട്ടികജാതിക്കാരെയാണ് ഇവിടെ കുടിയിരുത്തിയത്. 74 ഇതൊരു കോളനിയായി പ്രഖ്യാപിക്കുകയും 90 കുടുംബങ്ങൾക്ക് ഒരേക്കർ വീതമുള്ള സ്ഥലം പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ സ്ഥലം ലഭിച്ചത് 79 വീട്ടുകാർക്ക് മാത്രമാണ്. 11 വീട്ടുകാർക്ക് ഇന്ന് വരെ ഈ കോളനിയിലെ ഒരേക്കർ വീതമുള്ള സ്ഥലം ലഭിച്ചിട്ടില്ല. ആ 79 വീട്ടുകാർക്ക് ഇവിടെ കുടിയിരുത്തി അവർക്ക് താമസിക്കുന്നതിനാവശ്യമായ വീടുകളും മറ്റ് സൗകര്യങ്ങളും സ്കൂളുകളും ഒക്കെ ഏർപ്പെടുത്തി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയെങ്കിൽ പോലും മാറി മാറി വരുന്ന ഒരു ഗവൺമെന്റുകളും ഈ കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് തയ്യാറായില്ല. ആ 75-ൽ സ്ഥലം ലഭിച്ച, കോളനി ലഭിച്ച ഈ ആളുകൾക്ക് പട്ടയം ലഭിക്കുന്നത് 2016-ൽ നമ്മുടെ പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് പട്ടയം കൊടുക്കാൻ തീരുമാനിക്കുകയും കോളനിയിലുള്ള ഈ പ്രദേശത്തുള്ള മുഴുവൻ സമുദായ സംഘടനകൾ, വിവിധ രാഷ്ട്രീയ കക്ഷികൾ, സാമൂഹ്യ പ്രവർത്തകർ, സംഘടനകളെല്ലാം ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഒരു യോഗം ചേർന്ന് വളരെ ജനകീയമായ രീതിയിൽ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 300ഓളം കുടുംബങ്ങൾക്ക് ഇവിടെ പട്ടയം നൽകുകയുണ്ടായി. അപ്പം അത് ഈ ഇത്രയും വർഷക്കാലം ഈ കോളനി കിട്ടി യാതൊരു രേഖകളുമില്ലാതെ ആളുകൾ കൃഷിദേഹരണങ്ങൾ ചെയ്ത് താമസിച്ചെങ്കിൽ പോലും പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇവിടെ പട്ടയം കൊടുക്കുന്നതിന് തീരുമാനമെടുക്കുകയും അത് വളരെ ജനകീയമായി എല്ലാ ജനവിഭാഗത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോളനിക്കും കോളനിയുടെ പരിസര പ്രദേശങ്ങളിലും പട്ടയം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായി എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. അതിന് ഞങ്ങൾ ഈ ഗവൺമെന്റിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട്. 1974 ചില്ലത്തോട് കോളനിക്ക് അന്നത്തെ ഗവൺമെന്റ് 97 കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിച്ചെങ്കിലും 90 പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട്, താമസം തുടങ്ങി നിർത്തുക. ബാക്കിയുള്ളവർക്ക് അതിന് ശേഷം ഏതാനും പേർക്കും കൂടെ അലോട്ട്മെന്റ് ആവുകയും ചെയ്തു. അന്ന് മുതൽ മാറി മാറി വരുന്ന സർക്കാരുകളുടെ അടുത്ത് പട്ടയത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ധാരാളം പേര് പ്രദേശവാസികളും കോളനിയിലുള്ളവരും നിവേദനങ്ങളായിട്ട് നിരന്തരം തിരുവനന്തപുരം വരെ പോയിട്ടുണ്ടെങ്കിലും 2016 പിണറായി സർക്കാരിന്റെ ആദ്യത്തെ ഗവൺമെന്റാണ് പട്ടയ നടപടികൾ ദുരിതപ്പെടുത്തിയത്. ഈ ഭൂ ഉടമകളായ ഞങ്ങൾക്ക് ഒരു ഓഫീസിൽ പോലും കയറി ഇറങ്ങേണ്ടതായിട്ട് വന്നിട്ടില്ല. ഈ പട്ടയ നടപടിക്ക് വേണ്ടിയിട്ട് ഒരു പൈസ പോലും മുടക്കാതെ ഒരു ഓഫീസിലും കയറി ഇറങ്ങാതെ ഞങ്ങൾക്ക് പട്ടയം തരുന്നതിനുള്ള നടപടി സ്വീകരിച്ചത് ഒന്നാം പിണറായി സർക്കാരാണ്. ആ ഉദ്യോഗസ്ഥന്മാര് രാവിലെ തന്നെ ഓരോ പ്ലോട്ടിലും രാവിലെ വെളുപ്പിനെ തന്നെ ഞങ്ങൾ പ്ലോട്ട് ഉടമകൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഇവർ ഓരോ പ്ലോട്ടിൽ വരികയും സന്ധ്യാവന്നേരം നിന്ന് വർക്ക് ചെയ്യുകയും ചെയ്ത് നല്ല രീതിയിൽ ആ ഉദ്യോഗസ്ഥന്മാര് ഞങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നതിനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി കൊടുത്തത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ സപ്പോർട്ടോടു കൂടിയാണ്. ഞങ്ങൾക്ക് പട്ടയം മേടിക്കുന്നതിനും ചലാൻ അടയ്ക്കുന്നതിനും വേണ്ടി മാത്രമേ സർക്കാർ ഓഫീസുകൾ, റവന്യൂ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. അത് ഈ പ്രദേശത്ത് 200 ചില്ലാനം ഈ കോളനിയിലും സമീപ പ്രദേശത്തോടുകൂടി 300 ചില്ലാനം പേർക്ക് പട്ടയം കിട്ടിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. അത് ഈ പ്രദേശവാസികൾ ഒരിക്കലും മറക്കില്ല. സർക്കാരിനോട് എന്നും കടപ്പെട്ടിരിക്കാതെ ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു, ഒരു ഓഫീസിലും ചലാൻ അടയ്ക്കാനും പട്ടയം വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമല്ലാതെ ഇതിനു വേണ്ടിയിട്ട് ഒരു ഓഫീസിലും ഞങ്ങൾക്ക് കയറി ഇറങ്ങേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇതാണ് എനിക്ക് പട്ടയം കിട്ടിയതിനെ പറ്റി പറയാനുള്ളത്. ഈ സ്ഥലം കിട്ടിയെങ്കിലും 50 വർഷക്കാലമായി കിട്ടാക്കനിയായി കരുതിയിരുന്ന ഈ പട്ടയം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്താണ് കിട്ടിയത്. പക്ഷെ ഈ 50 വർഷക്കാലം കൊണ്ട് ഞങ്ങൾ പല ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. ഒരു മരണാവശ്യങ്ങൾക്ക്
അത് കൊച്ചുങ്ങൾക്ക് അതൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടതിന് അങ്ങനെയൊക്കെ പുറം ആളുകളിൽ നിന്നാണ് ഞങ്ങൾ കടമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഈ കോളനി കിട്ടി ഈ 74 മുതൽ കോളനി കിട്ടിയിട്ട് പല ആവർത്തി ഇതിന് പട്ടയം ലഭിക്കുന്നതിന് വേണ്ടി പല സംഘടനകളും പിരിവുകൾ നടത്തുകയും പട്ടയം ഞങ്ങൾ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് പല പ്രാവശ്യമായിട്ട് പല എമൗണ്ടുകളായിട്ട് തിരിച്ചെടുത്ത് അതിനെക്കുറിച്ച് പിന്നീട് ഒരറിവുമില്ലാത്ത രീതിയിലായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ കൂട്ടായി എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക നേതാക്കന്മാരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു മീറ്റിംഗ് കൂടുകയും ഇതിന് കോളനിക്ക് പട്ടയം കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ, പിണറായി സർക്കാർ മുന്നോട്ട് ഉപാധിരഹിത പട്ടയം എന്നുള്ള രീതിയിലുള്ള ഒരഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയും അതിന് പിന്നീടാണ് ഇത് വെറും തട്ടിപ്പാണെന്നുള്ള രീതിയിൽ അന്ന് കൂടിയ പലരും ഈ ഈ യോഗത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പട്ടയം ആദ്യ പിണറായി സർക്കാർ നമുക്ക് പട്ടയം നൽകുകയും ഉപാധിരഹിത പട്ടയമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതോടുകൂടി ഈ കോളനിയിലെ പല പെൺകുട്ടികളെയും വിവാഹം ചെയ്തു വിടുന്നതിനും അതുപോലെ തന്നെ ആശുപത്രി പല ആവശ്യങ്ങൾക്ക് ഈ പട്ടയം പണയപ്പെടുത്തുകയും ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഇതിന് പട്ടയം ലഭിച്ചിട്ടായിരുന്നുവെങ്കിൽ ഈ വികസനങ്ങളോ ഇതൊന്നും ഈ കോളനിക്ക് ഒരു സ്വപ്നം മാത്രമായി മാറിയിരുന്നു. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, ആശുപത്രി ഇതര ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ പട്ടയം വിനിയോഗിക്കുവാനും കഴിഞ്ഞിട്ടുള്ളതാണ്.